എൻ്റെ അമ്മ ഓടി ഓടി തളർന്നു. എന്നാലും നമ്മളവിടെ കണ്ടത് എന്താടാ? ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? പിന്നെ അതുമല്ല, ആ പ്രേതങ്ങളെല്ലാം കൂടെ ആരെയോ കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, അതാരെയാ? അത് എന്നെയാ. നിന്നെയോ? എന്തിന്? അതെനിക്കെങ്ങനെ അറിയാനാ? അതാ അവറ്റകളോട് തന്നെ ചോദിക്കണം. അല്ലേ തന്നെ മനുഷ്യനോടെ വട്ട് പിടിച്ചിരിക്കുക. ബുക്കും എടുക്കാൻ പറ്റിയില്ല. നല്ലൊരവസരമായിരുന്നു. മിസ്സായി. അവൻ്റെ ഒരു ബുക്ക് എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മനുഷ്യൻ അവിടെ നിന്ന് ജീവനും കൈപ്പിടിച്ചാ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അപ്പോൾ അവന് മിസ്സായത്രേ. കുറച്ചു നേരം കൂടെ നമ്മളവിടെ നിന്നിരുന്നെങ്കിലേ നമ്മൾ തന്നെ എന്നേക്കുമായി മിസ്സായേനെ. നീയേ കൂടുതലൊന്നും പറയണ്ട. എല്ലാം നീ കാരണം ഉണ്ടായ നിൻ്റെ ഒടുക്കത്തെ ഒരു പേടി. ഈ പറയുന്നാക്ക് പിന്നെ ഒട്ടും പേടിയില്ലായിരുന്നല്ലോ. അതിന് ഞാനെപ്പോഴാണ് പേടിച്ചത്? പൊന്നുമ്മൻ പേടിച്ചില്ലല്ലേ? അവിടെ കിടന്ന് പോകാമെന്നും പറഞ്ഞ് ബഹളം വെച്ച് എന്നെക്കാട്ടി മുമ്പ് ഇങ്ങോട്ടേക്ക് ഓടി വന്നതാരാ? എല്ലാം മറന്നുപോയോ? വലിയ പാരാസൈക്കോളജിസ്റ്റാണത്രേ. ആത്മാവുമായിട്ട് നേരിട്ട് കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് അവിടുന്ന് പേടിച്ചോടി വന്നത്. എന്നിട്ടാണ് എന്നെ പറയുന്നത്. അത് പിന്നെ ഒരാത്മാവൊന്നുമില്ലല്ലോ വന്ന്, ഡസൻ കണക്കിനില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട പിന്നെ ആരാ പേടിക്കാതെ? സമ്മതിച്ചല്ല പേടിച്ചെന്ന്. ഞാൻ അതല്ല ഓർക്കുന്നത്. നിനക്ക് നാട്ടിൽ മാത്രമല്ല ഫാൻസ്. ഇപ്പോൾ ഈ ആത്മാക്കളുടെ ഇടയ്ക്കും നിനക്കൊരു ഫാൻസ് അസോസിയേഷൻ തന്നെ ആയല്ലോ. ഒന്ന് പോടാ ശോമേ. എൻ്റെ പട്ടിക്ക് വേണം അവളുമാരുടെ ഒരു ഫാൻസ് അസോസിയേഷൻ. എന്താണ് ഇവിടെ ഒരു ചർച്ച? ആരുടെ പട്ടിയുടെ കാര്യം ഈ പറയുന്നേ? തേ വന്നോ? അതൊന്നുമില്ല. ഞാൻ ഇവനോട് പറയുമായിരുന്നു ഇടയ്ക്ക് ഇവൻ്റെ സ്വഭാവം പട്ടിയെ പോലാണെന്ന്. അല്ലേടാ? ഞാനോ? നിന്റെ തന്തയോടെ പട്ടി. എന്താ ജിമിനെ, ജെക്കെ പറഞ്ഞത് സത്യമാണോ? ചിലപ്പോഴൊക്കെ അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് ജിമിന് ഫുഡിനോടുള്ള സമീപനം കാണുമ്പോൾ. അതെപ്പോ? രണ്ടും കൂടെ എന്നെ വളഞ്ഞിട്ട് ഊക്കുവാണല്ലോ. അത് എന്തായാലും പറഞ്ഞത് ശരിയാ. അവൻ്റെ ഒരു കിണി. വിഷയം മാറ്റാം, ഇല്ലെങ്കിൽ ഇവന്മാരെന്നെ ഊക്കിക്കൊല്ലും. എന്താ തേയുടെ കയ്യിൽ? വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. തേ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കൊണ്ടുവരാറില്ലല്ലോ, അതാ ചോദിച്ചേ. ഇതെൻ്റെ വർക്കിൻ്റെ കുറച്ച് ഫയൽസാണ്. എനിക്കിത് അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാ ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ. ഇവിടെ വെച്ചാകുമ്പോൾ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമല്ലോ, അതാ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ 13-ാം തീയതി ഞാനിവിടെ ഫുൾ ഡേ കാണും. നിങ്ങൾക്കും ഒരു പരാതി ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ പകലൊന്നും നിങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ഫ്രൈഡേ ഞാനിവിടെ ഫുൾ ഡേ കാണും. നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ഫുൾ ഡേയോ? അതെങ്ങനെ ശരിയാകും? എന്താ ചേക്ക് കാര്യമായിട്ട് ആലോചിക്കുന്നേ? എന്താ ഞാനിവിടെ ഫുൾ ഡേ നിൽക്കണ്ടേ? നിൽക്കണം. എന്നാൽ ശരി, നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കും. ഞാൻ നമുക്ക് കഴിക്കാനുള്ള ഡിന്നർ ഇപ്പോൾ റെഡിയാക്കട്ടെ. ശരി തേ. പിന്നെ ഹെൽപ്പ് വല്ലതും വേണോ? വേണ്ട, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി. എന്നാലും അതെങ്ങനെ ശരിയാകും? ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താണ് പൊന്നുമോ ഇങ്ങനെ കാര്യമായിട്ട് ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നീ ആലോചിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. തേയിനെക്കുറിച്ചല്ലേ? എടാ മിണ്ടി പോകരുത് നീ എന്തൊക്കെയാ തേയിനെക്കുറിച്ച് പറഞ്ഞേ? അവൻ വാമ്പയറാണ്, രക്തരക്ഷസാണ്. പാവം അതിന് നീ കുറേ കാരണങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അവൻ വാമ്പയർ ആയതുകൊണ്ട് അവന് പകൽ നിൽക്കാനിവിടെ പറ്റാത്തതുകൊണ്ടാണ് അവൻ ജോലിക്കെന്നും പറഞ്ഞ് പോണത്. അവൻ ജോലിക്ക് പോയിട്ട് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടോ? എന്നിട്ട് ഇപ്പോഴോ? എടാ അതൊക്കെ ശരിയാ, പക്ഷെ നിനക്കിതൊക്കെ കേട്ടിട്ട് ഒരു വിയേഡായിട്ട് തോന്നുന്നില്ലേ? വിയേഡായിട്ട് തോന്നാനോ? എന്തിന്? എടാ അത് ഇപ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. രാവിലെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ലേ അവനിപ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞേ. അതിന് നീ എന്താ പറഞ്ഞു വരുന്നേ? നമ്മൾ രാവിലെ സംസാരിച്ച കാര്യങ്ങൾ അവൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് അതിനുള്ള മറുപടി വന്ന് പറഞ്ഞു എന്നാണോ നീ ഉദ്ദേശിച്ചത്? അതെനിക്കറിയില്ല.
പക്ഷെ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അവൻ നമ്മളോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ. നമുക്കിത്ര സംശയങ്ങളുണ്ടെന്ന് പിന്നെ അവൻ എങ്ങനെ അറിയാം? എനിക്കൊരു കാര്യം ഉറപ്പാ, ആ വാമ്പയർ തന്നെയാ. ഓ ദേ പിന്നെ വാമ്പയർ അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്കെന്താ വട്ടാണോ? ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനും വാമ്പയറാണെന്ന് പറയുമല്ലോ. നീ വരുന്നെങ്കിൽ വാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ആലോചിക്ക്, ഞാൻ എന്തായാലും പോകുക. പോടാ പോ. തേനി വാമ്പയർ അല്ലേ? ഇതൊക്കെ വെറും എൻ്റെ തോന്നൽ മാത്രമാണോ ഇനി? ഓഹ് എനിക്കറിയില്ല. ഓർത്തിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. തലയ്ക്കാണെ പ്രാന്ത് പിടിക്കുന്നു. കുക്കിംഗ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ ഇതാര് ജിമിനോ? കഴിഞ്ഞില്ല, ഇപ്പം കഴിയും. പോയിരുന്നോ, ഞാൻ റെഡിയാകുമ്പോൾ വിളിക്കാം. എന്താ ഉണ്ടാക്കുന്നേ? ആ അതോ, ചപ്പാത്തി മുട്ടയും. ചപ്പാത്തി മുട്ടയോ? അപ്പോൾ കടിച്ചു പറിക്കാൻ ഒന്നുമില്ലേ? കടിച്ചു പറിക്കാനോ? കടിച്ചു പറിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രേതങ്ങൾ നോക്കിക്കോളും. നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രേതങ്ങളോ? പ്രേതങ്ങൾ ആരെ കടിച്ചു പറിക്കുന്ന കാര്യത്തെ പറയുന്നേ? അതെനിക്കറിയില്ല, അതവരോട് തന്നെ ചോദിക്കണം. അവരാരെയാണ് നമ്മളിൽ കടിച്ചു പറിക്കാൻ നോട്ടമിട്ടിരിക്കുന്നതെന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ജിമിനായിരിക്കും. എന്താ? ഞാനോ? എനിക്കാ ഭാഗ്യം വേണ്ടെങ്കിലോ? അതെന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ആ പ്രേതങ്ങളോട് തന്നെ ചെന്ന് പറയണം. പിന്നെ എൻ്റെ പട്ടി പറയും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കണ്ടേ? ഈ വാമ്പയറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്നോ? എങ്ങനെ? എപ്പോ? വാമ്പയർ എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണല്ലോ, എപ്പോഴും ചെന്ന് കാണാനായിട്ട്. അങ്ങനെ കണ്ടു. എന്നെ കളിയാക്കിയതാണല്ലേ? അല്ലെന്നേ, ഞാൻ സത്യം പറഞ്ഞതാ. ജിമിന് വേണമെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്താ, വേണോ? അയ്യോ വേണ്ട. എനിക്കറിയാം തമാശ പറഞ്ഞതാണെന്നൊക്കെ. പിന്നെ കുറേ നേരമായില്ലേ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. മാറി നിൽക്ക്, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. ഫുഡായില്ലേ? ആയി ചേക്കേ, ഒരു 5 മിനിറ്റ് നീ അവിടെ പോയിരുന്നോ, ഞങ്ങൾ ഫുഡ് എടുത്തോണ്ട് വരാം. ശരി കഴിക്കുന്നത് കാണാൻ എന്ത് ക്യൂട്ടാ. ഇവന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എന്താ ചേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? എന്താ കഴിക്കുന്നില്ലേ? കഴിക്കുക. ദൈവമേ, ഇങ്ങനെ നോക്കല്ലേ. ഇതെന്ത് കണ്ണ? അത് കാന്തവ? ഇതെന്നെ കൊത്തി വലിക്കുകയാണല്ലോ. ഓ, എനിക്കെന്തീ പറ്റുന്നത്? വാമ്പയറാണോ അല്ലേന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്താ അവനോട് ഇങ്ങനൊരു ഫീലിങ്സ്, മറ്റാരോടും തോന്നാത്ത പോലെ. അവനെ കണ്ടിട്ട് എനിക്ക് കടിച്ച് തിന്നാനാ തോന്നുന്നത്. ഇതിപ്പോൾ ചെകുത്താനെ സ്നേഹിച്ച മാലാഖ എന്ന് പറഞ്ഞ പോലെ ചെകുത്താനെ സ്നേഹിച്ച മാലാഖനെന്നായി പോകുമോ? ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് ഫുഡ് മതി, ഞാൻ റൂമിലേക്ക് പോവാ. ഇവനിത് ഇത്ര പെട്ടെന്ന് എന്തു പറ്റി? എനിക്കെന്താ പറ്റുന്നത്? എനിക്കെന്താ തേനെ കാണുമ്പോൾ ഇങ്ങനൊരു ഫീലിങ്സ്? എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇതിനെല്ലാം കാരണം? എന്തായാലും ഇതിനൊരു പോംവഴി ഉടനെ കണ്ടുപിടിക്കണം. എന്തായാലും ഇപ്പോൾ കിടക്കാം, നാളെ ആകട്ടെ.
എനിക്കെന്താ ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത, ആരാ എന്നെ നോക്കുന്ന പോലെ. എന്താ ഇത്, ഉറക്കവും പോയി മനുഷ്യൻ്റെ. അതാരാ ചിരിക്കുന്നേ? അതാരാ? ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്നാലും ഞാൻ അവിടെ കണ്ടാണല്ലോ ആ രൂപത്തെ. ഇപ്പൊ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഓടി തളർന്നോ? തളർന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ. വാ. നിന്നോട് ഞാൻ വരാനല്ലേ പറഞ്ഞേ? എൻ്റെ അടുത്തേക്ക് വാ. വാ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. വാ, എന്നെ വന്ന് മോചിപ്പിക്ക്. എൻ്റെ പ്രിയതമൻ വന്നോ? ഞാൻ നിന്നെ നോക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനമില്ല. ഇനി നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. നിന്നെ ഞാൻ എന്നേക്കുമായി എൻ്റെ സ്വന്തമാക്കാൻ പോവാ. ചേക്കെ, എന്തു പറ്റി? കണ്ണുറക്ക് ചേക്കെ. ചേക്കെ, ഞാനിതെവിടെയാ? പേടിക്കണ്ട, താനിപ്പോൾ എൻ്റെ റൂമിലാണ് ഉള്ളത്. സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ചേക്ക് എന്താ പറ്റിയേ? താൻ എന്തിനാ അവിടെ നിന്ന് പേടിച്ച് ഓടി വന്നേ? താൻ ഓടി വന്ന് എന്നെയാ വന്നിടിച്ചേ. അപ്പോൾ തന്നെ തൻ്റെ ബോധവും പോയി. എന്താ പറ്റിയേ? ആദ്യത്തെ താൻ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ചുറ്റും നിറയെ ആത്മാക്കളായിരുന്നു, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ഇടങ്ങളിലും. ഞാൻ എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ആത്മാക്കൾ മാത്രം. ഞാൻ അങ്ങനെ പേടിച്ച് ഓടി വന്നപ്പോഴാണ് തേനെ ഇടിച്ചത്. ഇതിൽ വിശ്വസിക്കാതിരിക്കാൻ മാത്രമൊന്നുമില്ല. കാരണം എനിക്കറിയാം ഇവിടെ ആത്മാക്കളുണ്ടെന്ന്. അതാ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങളുടെ റൂമല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും പോകരുതെന്ന്. അതിന് ഞാൻ മറ്റൊരിടത്തേക്കും പോയില്ല. ഞാൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നേ. ഞാൻ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എനിക്കെന്തോ അസ്വസ്ഥത പോലെ തോന്നി. അതായത് റൂമിനുള്ളിൽ ആരൊക്കെ ഉള്ളതുപോലെ, ആരൊക്കെ എന്നെ നിരീക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് ജനലിൻ്റെ സൈഡിൽ എന്തോ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴാണ് ഒരു രൂപം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ പെട്ടെന്നായിരുന്നു ഡോറ് തുറന്ന ഒരു രൂപം എൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് വന്നത്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഓടിയേ.
അപ്പം തൊട്ട് കുറേ ആത്മാക്കൾ എന്നെ പിന്തുടരാൻ തുടങ്ങിയതാ. താൻ പേടിക്കണ്ട, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ചില ദിവസങ്ങൾ ഇങ്ങനെയാ, അതൊന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, അതുകൊണ്ട് ആത്മാക്കൾക്ക് ശക്തി കൂടും. അതിൻ്റെയാ. താനെന്തായാലും കുറച്ച് വെള്ളം കുടിക്ക്. ഇന്നാ വെള്ളം കുടിക്ക്. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. താനിപ്പോൾ ഓക്കെ അല്ലേ? എന്നാൽ ഞാൻ തന്നെ റൂമിലേക്ക് കൊണ്ടാക്കാം. വാ. റൂമിലേക്കോ? ഞാനില്ല അങ്ങോട്ടേക്കിനി. എനിക്ക് പേടിയാ അങ്ങോട്ടേക്ക് പോവാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? ഉച്ചയ്ക്ക് റൂമിലേക്ക് പൊക്കോ, ഞാൻ കൊണ്ടാക്കാം. എനിക്കൊന്ന് കിടക്കണമായിരുന്നു, അതാ. അതിനെന്താ, തേ കിടന്നോ? അപ്പോൾ ജെക്കെയോ? അത് ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ. ഇന്നത്തേക്കൊരു ദിവസം മാത്രം മതി. എനിക്ക് റൂമിലേക്ക് പോകാൻ പേടിയായതുകൊണ്ടാ. പ്ലീസ്. അതൊന്നും ശരിയാവില്ല. ജെക്കേൻ്റെ റൂമിൽ പോയി കിടന്നാൽ മതി. ഞാൻ ജെക്കേനെ റൂം വരെ കൊണ്ടാക്കാം. അത് വേണ്ട, എനിക്ക് പേടിയാ അങ്ങോട്ടേക്ക് പോവാൻ. ഇനിയും ആത്മാക്കൾ വന്നാൽ. അതുകൊണ്ടാ. പ്ലീസ്, ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ. കഷ്ടമുണ്ട്, ഒന്ന് സമ്മതിക്ക്. ഞാൻ വേറൊരു ശല്യം ഉണ്ടാക്കില്ല. എന്നാലും അത് പ്ലീസ് ദേ, പ്ലീസ്. ശരി. ഇതെന്താ ഇത്? എന്ത് രീതിപ്പെട്ടായത്? ദാഹിച്ചിട്ടും വയ്യ. കുറച്ച് വെള്ളം പോയി കുടിച്ചിട്ട് വരാം. ഇതെന്താ ഡോറൊക്കെ തന്നെ തുറക്കുന്നേ? കാറ്റിൻ്റെ ആയിരിക്കും. ഒറ്റ ഓട്ടത്തിൽ പോയി കുടിച്ചിട്ട് വരാം. ദേ, എല്ലാ എണ്ണത്തിനോടും ഞാൻ പറഞ്ഞേക്കുവാണ്, ആത്മാവാണ് രക്തരക്ഷസാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കളിക്കാൻ വന്നാല ഞാൻ കരാട്ടയാണേ, കരാട്ട ഇടിച്ച് തെറിപ്പിച്ച് കളയും. എന്താ ഇപ്പം അങ്ങോട്ട് പോയേ? ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. അതാരാ ഇപ്പം ചിരിച്ചേ? ദേ, ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, ഞാനാ ചിരിച്ചേ. എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം. പിന്നെ ഞാനൊന്നും വരുന്നില്ല, തന്നെ അങ്ങ് പോയച്ചാൽ മതി. അതെന്താ, നിനക്ക് വന്നാ ഞാൻ നിന്നെ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തരാം. എനിക്ക് ഒരു കാണാത്ത കാഴ്ചയും കാണണ്ട, അമ്മച്ചി തന്നെ പോയങ്ങ് കണ്ടാൽ മതി. എന്നെ വിട്ടേക്ക്. അതെന്താ, നിനക്ക് കൂടെ വന്ന ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കും. തള്ളച്ചിക്ക് ഭ്രാന്തായെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിൽക്കുന്ന അത്ര ബുദ്ധിയല്ല, ഓടാ, അതാ നല്ല. നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞേ, നിൽക്ക. എൻ്റെ അമ്മ തള്ള പുറകിൽ തന്നെ ഉണ്ടല്ലോ. തേ, ഉറങ്ങിയോ? ഇല്ല. അതെന്താ ഉറങ്ങാഞ്ഞേ? അത് ഉറക്കം വരുന്നില്ല. അതെന്താ? അറിയില്ല. ചേക്ക് എന്താ ഉറങ്ങാഞ്ഞേ? എനിക്കും ഉറക്കം വന്നില്ല. തേ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ, പറഞ്ഞോ. അത് ഞാൻ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ചാ. സ്വപ്നോ? ഏത് സ്വപ്നം? അത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ളൊരു സ്വപ്നം. നമ്മൾ രണ്ടുപേരും മാത്രമോ? അതെന്ത് സ്വപ്നം? അത് അല്ലെങ്കിൽ വേണ്ട, ഞാൻ അത് പിന്നെ പറയാം. അങ്ങനെ പറയല്ലേ, പറയുന്നേ കേൾക്കട്ടെ. അത് അന്ന് നമ്മൾ രണ്ടുപേരും എൻ്റെ റൂമിൽ ഒരുമിച്ച് കിടന്ന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതും സ്വപ്നമായിട്ട് എന്ത് ബന്ധം? അന്നാ ഞാൻ ആ സ്വപ്നം കാണുന്നേ. അന്നോ? എന്ത് സ്വപ്നമാണ് കണ്ടേ? അത്
നമ്മൾ രണ്ടുപേരും കിസ് ചെയ്യുന്ന കണ്ടേ. ഏ എന്താ കിസ്സോ? ആ, എന്തു പറ്റി? ഒന്നുമില്ല, പെട്ടെന്ന് കേട്ടപ്പോൾ അതാ. ആ ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്കത് ഒരു സ്വപ്നമായിട്ടല്ല തോന്നിയേ, ശരിക്കും റിയലായിട്ട് സംഭവിച്ച പോലെ തോന്നിയേ. ആണോ? പിന്നെ ചേക്ക് ആ കിസ് എങ്ങനെയുണ്ടായിരുന്നു? ഹോട്ടായിരുന്നോ? അത് പാനിക്കാണ്ട, ഞാൻ വെറുതെ ചോദിച്ചേ. എന്താ തേ ആലോചിക്കുന്നേ? അതോ, അത് ഞാൻ നമ്മുടെ ആ കിസ് ആലോചിച്ച് നോക്കുമായിരുന്നു. അത് ആലോചിച്ച് കിടന്നാൽ ചിലപ്പോൾ എനിക്കും അതുപോലൊരു കിസ് സീൻ കാണാൻ പറ്റിയാലോ സ്വപ്നത്തിൽ. അങ്ങനെ കണ്ടാൽ മാത്രം മതിയോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അങ്ങനല്ല. എന്താ പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞേ? പ്ലീസ് പറ. അത് കിസ് സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ മതിയോ, അതോ പിന്നെ? അത് ഓടി ഓടി തളർന്നു. അവിടെ എന്താ? അതാരാ അവിടെ കൂടെ ഓടിപ്പോന്നേ? ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. അത് എന്തിനാ സ്വപ്നത്തിൽ കൂടെ കാണുന്നേ? നേരിട്ട് തന്ന് കണ്ടൂടെ? എന്താ നേരിട്ട് തരാനോ? തന്നോട്ടെ. തന്നോ. ഞാൻ തരാൻ പോവാ, പിന്നെ നിർത്താൻ പറയരുത്. ഇല്ല, പറയില്ല. അത് ആരുടെ കരച്ചില? ജിമിൻ?